CPM പ്രസ്താവനകളും മറ്റുമായി വരുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തവർ വർഗീയവാദികളും തീവ്രവാദികളുമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. ഇങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെ ഈ നാട്ടിൽ വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാനാണ് വഴിയൊരുക്കുക. RSSന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞത് തനിക്ക് വോട്ട് ചെയ്യാത്തവരെല്ലാം, അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയവരെല്ലാം ഇസ്ലാമിക സംഘപരിവാറിൻ്റെ ആളുകളാണ് എന്ന സ്വഭാവത്തിലാണ്. ഇത്തരം പ്രസ്താവനകൾ ആർക്കാണ് ഗുണം ചെയ്യുക? കേരളത്തിലെ മതേതര ജനാധിപത്യ സാമൂഹ്യ ഘടനയിൽ വംശീയമായ വേർതിരിവ് സൃഷ്ടിക്കാനുള്ള RSSൻ്റെ ശ്രമങ്ങൾക്ക് വഴിമരുന്നിടുന്ന സ്വഭാവത്തിലാണ് CPM സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചപ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടാണ് എന്ന സ്വഭാവത്തിൽ അന്നും CPM നേതാക്കൾ സംസാരിച്ചിരുന്നു. ഇത് നിരന്തരമായി ഈ ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. RSS ഉണ്ടാക്കിയ ഇസ്ലാം ഫോബിയ, മുസ്ലിം വിരുദ്ധതയുമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വോട്ട് വർദ്ധിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് തന്ത്രമാവിഷ്കരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM കേരളത്തിൻ്റെ സൗഹാർദ്ദാന്തരീക്ഷത്തെ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷ ഏകീകരണമെന്ന തന്ത്രമാണ് ഇവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. CPMനെതിരെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനാധിപത്യത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളും രീതികളും CPM അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാമിക സംഘപരിവാർ എന്ന പ്രയോഗത്തിലൂടെ എന്താണ് M. സ്വരാജ് അർത്ഥമാക്കുന്നത്? RSSനെ ന്യൂനീകരിക്കാനും മൃദുവൽക്കരിക്കാനുമുള്ള ശ്രമമല്ലേ അത്? ഇത്തരം നരേഷനുകൾ വലിയ അപകടം ചെയ്യുമെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇന്ത്യ രാജ്യത്ത് ഈ രീതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരുന്നത് RSS ആണ്. അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രീതിയാണ് കേരളത്തിൽ കുറേ കാലമായി ഇവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന പ്രയോഗം ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റേതായ ഒരു തന്ത്രം സോഷ്യൽ എഞ്ചിനീയറിംഗ് നിർമ്മിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായൊരു രാഷ്ട്രീയത്തെ അവർ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വടകരയിൽ ഇലക്ഷൻ ഉണ്ടായപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് നമുക്കറിയാം. അതേ സ്വഭാവത്തിലുള്ള ചർച്ചകൾ ഇവിടെയും ഉയർത്തിക്കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ കാരണം നമുക്കറിയാം. CPMൻ്റെ ഒരു സിറ്റിംഗ് MLA രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ കൃത്യമാണ്. മലപ്പുറം ജില്ലയെ ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ള CPMൻ്റെ ശ്രമം, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ നീക്കം, മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ, RSS വൽക്കരിക്കപ്പെട്ട കേരള പോലീസ്, ഇത്തരം കുറേ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തത്. പക്ഷേ അതിനെ കൃത്യമായി രാഷ്ട്രീയ മറുപടി പറയുന്നതിനു പകരം RSSൻ്റെ ടെർമിനോളജി വെച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. തീർച്ചയായും ഈ ധ്രുവീകരണ ശ്രമത്തെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന സംഘടനകളെയും നേതാക്കളെയും ഒക്കെ പിന്തുണക്കുന്ന രീതിയാണ് CPM കുറേ കാലമായി സ്വീകരിക്കുന്നത്. നിലമ്പൂരിൽ തന്നെ
വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അപകടകരമായ പ്രസ്താവന നമുക്കറിയാം. ഒരുപക്ഷെ അത് നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രീ ഇലക്ഷൻ വർക്കായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുൾപ്പെടെ അതിനെ ന്യായീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം. കാസ ഉൾപ്പെടെയുള്ള പല വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും ക്രൈസ്തവർക്കുമിടയിലും മുസ്ലിങ്ങൾക്കിടയിലുമൊക്കെ ഭിന്നിപ്പുണ്ടാക്കുന്ന അത്തരം നീക്കങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന സമീപനങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ കേരളീയ സമൂഹത്തിന് നന്മ ചെയ്യുന്ന സമീപനങ്ങളല്ല. ഇത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ CPM തയ്യാറാകണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായ പിന്തുണയെ മറ്റു പല സ്വഭാവത്തിലേക്കും അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.